ഹായ് ചിൽഡ്രൻ. നമുക്ക് 2026 അതായത് ഈ വർഷം നടന്ന JEE അഡ്വാൻസ്ഡ് പേപ്പറിൽ കെമിസ്ട്രി പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ചോദ്യം പരിചയപ്പെടാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. കെമിക്കൽ ബോണ്ടിങ് എന്ന ഒരു പോർഷനിൽ വരുന്ന ഒരു ചോദ്യമാണ്. കെമിക്കൽ ബോണ്ടിങ്ങിൽ എലിമെന്ററി ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണെന്ന് വേണം പറയാൻ. ഓക്കെ, നോക്കൂ. കറക്റ്റ് ഓർഡർ ഓഫ് ഡൈപോൾ മൊമെന്റ് ഫോർ ദ ഗിവൺ സ്പീഷീസ്. കറക്റ്റ് ഓർഡർ ഓഫ് ഡൈപോൾ മൊമെന്റ് ഫോർ ദ ഗിവൺ സ്പീഷീസ്. സഫീഷ്യൻ്റ്ലി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കുട്ടിക്ക്, പഠിച്ചുള്ള കുട്ടിക്ക് സ്ട്രെയിറ്റ് അവേ ആൻസർ മാർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. റൈറ്റ്, ലെറ്റ്സ് സീ ദ ഗിവൺ മോളിക്യൂൾസ്. BF3 ഉണ്ട്. BF3 ഡൈപോൾ മൊമെന്റ് 0 ആണ്, അറിയാലോ അല്ലേ? BF3 ഡൈപോൾ മൊമെന്റ് 0 ആണ്. ഇറ്റ് മേക്സ് sp2 hybridization, trigonal planar geometry, and moment will be mutually cancelled. 120 ഡിഗ്രിയിൽ 3 മൊമെന്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. സോ ഡൈപോൾ മൊമെന്റ് 0 ആണ് BF3. ഞാൻ ഒരു ഓപ്ഷനിൽ ഫസ്റ്റ് സ്പീഷീസ് എടുത്തുന്നേ ഉള്ളൂ. അടുത്തത് അമോണിയം ആണ്. അമോണിയം അഗൈൻ ദ ഡൈപോൾ മൊമെന്റ് ഈസ് 0. അമോണിയം ടെട്രാഹീഡ്രൽ സിസ്റ്റം ആണ്. This is ammonium tetrahedral system, and even in that system you can see the dipole moment will be 0 because all polarity or all dipoles will be pointing like this. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. And they will be mutually cancelled. Dipole moment will be 0. Right? അപ്പോൾ BF3 ആണെങ്കിലും ശരി, അമോണിയം ആണെങ്കിലും ശരി, ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് പരിശോധിക്കേണ്ടത് NF3യും അമോണിയയുമാണ്. NF3 and ammonia, and that we are discussing in detail in the NCERT textbook. ടെക്സ്റ്റ് വളരെ വിശദമായിട്ട് അമോണിയയും NF3യും തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഡൈപോൾ മൊമെന്റ് 0 ആണ്. അവിടുന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ആൻസർ ഈസ് ഓപ്ഷൻ എ എന്ന് അവിടെ തന്നെ കിട്ടി. കാരണം അവർ രണ്ടുപേരും ഈക്വൽ ആണ്, 0 ആണ്. നൗ വാട്ട് അബൌട്ട് NF3 ആൻഡ് അമോണിയ? വി ആർ ലേണിംഗ് അമോണിയ ഈസ് ഗ്രേറ്റർ ദാൻ NF3 അല്ലെ? അമോണിയയുടെ ഡൈപോൾ മൊമെന്റ് NF3യെക്കാളും കൂടുതലായിരിക്കും. രണ്ടുപേരും ഒരേ സ്ട്രക്ചർ ആണ്. ദിസ് ഈസ് NF3 ആൻഡ് ദിസ് ഈസ് അമോണിയ. ഇതിൽ അമോണിയയുടെ ഡൈപോൾ മൊമെന്റ് NF3യെക്കാളും കൂടുതലായിരിക്കും ബിക്കോസ് ഓഫ് ദ ഡയറക്ഷണൽ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഡൈപോൾസ് വിച്ച് ആർ പ്രസന്റ് അല്ലെ? എങ്ങനെയാണ് ഡയറക്ഷണൽ ഇൻഫ്ലുവൻസ് വരുന്നത് നോക്കണം. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നോക്ക്, നൈട്രജനും ഫ്ലൂറിനും, ഫ്ലൂറിൻ ബീയിങ് മോർ ഇലക്ട്രോനെഗറ്റീവ്, ഇതായിരിക്കും ഡൈപോളിന്റെ ഡയറക്ഷൻ. നൈട്രജൻ ഫ്ലൂറിൻ, ഇതായിരിക്കും ഡൈപോളിന്റെ ഡയറക്ഷൻ. നൈട്രജൻ ഫ്ലൂറിൻ, ഇതായിരിക്കും ഡയറക്ഷൻ. ആൻഡ് ലോൺ പെയർ ഈസ് ഓൾവേസ് എവേ ഫ്രം ദ സെൻട്രൽ ആറ്റം. റൈറ്റ്? സോ യു ക്യാൻ സി 3 ഡൈപോൾസ് താഴത്തേക്കും ഒരെണ്ണം മേളിലേക്കും. So there is some sort of cancellation. While you can see in ammonia, അമോണിയയിൽ എങ്ങനെ വരാം? അമോണിയയിൽ വരും നോക്കൂ, ഹൈഡ്രജൻ നൈട്രജൻ, it will be moment towards this direction, and towards this direction, and the lone pair is, as I said, always away from the central atom. അപ്പോൾ ഈ എല്ലാ ഡൈപോൾസും it is in this direction. അപ്പോൾ അമോണിയയിൽ എല്ലാ ഡൈപോൾസും ഒരേ ഡയറക്ഷനിലേക്കാണ് വരുന്നത്. വൈൽ NF3യിൽ അങ്ങനെയല്ല. ഇത് കൃത്യമായിട്ട് NCERTയിൽ നമ്മൾ പഠിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. NF3യിൽ ഡൈപോൾസ് ക്യാൻസൽ ചെയ്ത് പോകുന്നത് എല്ലാമല്ല കേട്ടോ, എല്ലാമല്ല. ലോൺ പെയറിന്റെ ഡയറക്ഷനും ആ NF3 നൈട്രജൻ ഫ്ലൂറിന്റെ ഡയറക്ഷനും there is some sort of cancellation, and we are learning ഇതിന്റെ ഡൈപോൾസ് തമ്മിൽ. ഇതിന്റെ ഡൈപോൾ വരുന്നത് നിയർലി 4.9 10⁻³ കൂളോമീറ്ററിലാണെങ്കിൽ ഇത് വരുന്നത് നിയർലി 0.9 × 10⁻³ കൂളോമീറ്ററിലാണ്. നിയർലി 5 ടൈംസ് ആണ് വ്യത്യാസം. അമോണിയയുടെയും NF3യുടെയും ഡൈപോൾസിൽ വരുന്ന വ്യത്യാസം നിയർലി 5 ടൈംസ് ഉണ്ട്. സോ അമോണിയ ഗ്രേറ്റർ ദാൻ NF3 എന്നാണ്. ആൻഡ് ഇൻ എ സിംഗിൾ സ്ട്രെച്ച് ആൻഡ് സിംഗിൾ ലുക്ക്, those who have gone through the molecules can straight away answer that question, and the correct option will be option A. That is the correct answer. Right?